السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാ സുന്നത്തുകളും പറഞ്ഞു പോയാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങളും മാത്രം നമ്മൾ അവതരിപ്പിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് വുളൂഉമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രാഥമിക കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വുളൂഉ ചെയ്യാറാണ് സാധാരണ പതിവുള്ളത്. വുളൂഉ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഖിബ്ലക്ക് മുന്നിടുക എന്നുള്ള പ്രധാനപ്പെട്ട സുന്നത്തുണ്ട്. ഖിബ്ലക്ക് മുന്നിട്ട് വുളൂഇൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞ് മുൻകൈ രണ്ടും കഴുകുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ മുൻകൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയിൻ്റെ ഈ ഒരു മണിബന്ധം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മുൻകൈ എന്ന് പറയുന്നത്. അപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചങ്ങോട്ട്, കാരണം നമുക്ക് കറക്റ്റ് ആകുമ്പോൾ നമുക്ക് സംശയത്തിന് വക വരേണ്ട, ഇൽക്കൊണ്ട് കയറ്റിയിട്ട് എന്ത് ചെയ്യാം, കഴുകുക നമുക്ക് ഉറപ്പിക്കുക അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കഴുകുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൈ കഴുകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റാണ്. അത് കഴുകുമ്പോൾ തന്നെ നമ്മൾ വെള്ളം എടുത്ത് കൈയൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കഴുകുന്ന സമയത്ത് എല്ലായിടത്തും വെള്ളം എത്തണം. അപ്പോൾ നമ്മൾ മുദ്രയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഒരു വട്ടം കൈയൊക്കെ എല്ലായിടത്തും വെള്ളം എത്തിയതിന് ശേഷം വിരലുകൾക്കിടയിൽ ഇങ്ങനെ തിക്കകറ്റുക, ഇങ്ങനെ കോർത്ത് പിടിക്കുക, വിരലുകൾ ഇങ്ങനെ കോർത്തിട്ട് വലിക്കുക. ഒന്നാമത്തെ പ്രാവശ്യം കഴുകുമ്പോഴും രണ്ടാമത് വെള്ളം എടുക്കുന്നു, അതുപോലെ നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഈ വിരലുകൾ ഇങ്ങനെ തിക്കകറ്റും. മൂന്നാമതും ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ്. വെള്ളം എടുക്കുന്നു, കൈയൊക്കെ കഴുകുന്നു, എല്ലാ സ്ഥലത്തും വെള്ളം എത്തി ഇങ്ങനെ നമ്മൾ തിക്കകറ്റെടുക്കും. ഇതൊരു പ്രധാനപ്പെട്ട സുന്നത്തുകളാണ്. കാരണം വിരലുകൾക്കിടയിലൊക്കെ വെള്ളം ചേരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താവില്ല, ഉള്ളിലെത്തിക്കോളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൂർത്ത് പിടിച്ച് വലിക്കുമ്പോൾ എല്ലായിടത്തും വെള്ളം എത്തും. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും വിരലുകൾക്കിടയിൽ രൂപത്തിലിങ്ങനെ നമ്മൾ കോർത്തിങ്ങനെ വലിച്ചെടുക്കുക. ഇത് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. പിന്നെ ഈ കൈകൾ കഴുകി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3 തവണ കഴുകലാണ് സുന്നത്തുള്ളത്. ചില ആളുകളൊക്കെ ഒരു വട്ടം മാത്രം കഴുകി, 1 കഴുകും, 2 കഴുകും, 3 കഴുകും, മൂന്നാമത്തേൽ എന്ത് ചെയ്യും, എല്ലായിടത്തും ആകും. അങ്ങനെ മൂന്നാമത്തതിലാണ് എല്ലാ സ്ഥലത്തും വെള്ളം എത്തുന്നതെങ്കിൽ അതിനെ ഒന്നാമത്തതായിട്ടാണ് പരിഗണിക്കുള്ളൂ. ഒരു വട്ടം കഴുകിയതായിട്ട് അതിനെ പരിഗണിക്കുള്ളൂ. 3 വട്ടം കഴുകിയെന്നുള്ള സുന്നത്ത് കിട്ടണമെങ്കിൽ 3 തവണയും പൂർണ്ണമായിട്ട് കഴുകിയിരിക്കണം. അപ്പോഴാണ് ആ 3 തവണ കഴുകിയ 3 വട്ടം കഴുകിയെന്നുള്ള സുന്നത്ത് കിട്ടും. കാരണം ഒരുപാട് ശ്രദ്ധിക്കാം, നമ്മൾ ഒരു വട്ടം വെള്ളം എടുത്തു, കയ്യിലൊക്കെ നല്ലോണം കഴുകി, എല്ലായിടത്തും എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ കഴുകി പോകുന്ന 2 കഴുകി, മൂന്നാമത്തേലാണ് വെള്ളം എല്ലായിടത്തും എത്തിക്കുന്നതെങ്കിൽ അത് ഒരു പ്രാവശ്യമേ ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കി വെക്കണം. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സുന്നത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ്. അവിടെ മുൻകൈ രണ്ടും കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ബ്രഷ് ചെയ്യുക എന്നുള്ള ഒരു സുന്നത്തുണ്ട്. ആ ബ്രഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള സുന്നത്ത് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൈ കഴുകിയതിന് ശേഷം ബ്രഷ് എടുക്കുക, ഒന്ന് തേക്കുക. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി മഅ കുല്ലി സ്വലാത്തി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എൻ്റെ സമുദായത്തിന് പല്ല് തേക്കൽ ബുദ്ധിമുട്ടാവുകയില്ലായിരുന്നുവെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തിനും പല്ല് തേക്കാൻ മിസ്വാക്ക് ചെയ്യാൻ ഞാൻ അവരോട് നിർബന്ധിപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് പല്ല് തേക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും പല്ല് തേക്കൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് 5 സമയങ്ങളിൽ പല്ല് തേക്കൽ വളരെ സുന്നത്തുണ്ട് എന്നുള്ളത്. അതിലൊന്നാമത് പറയുന്നത് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ പല്ല് തേക്കാം. ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ കുറവാണെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ അറബികൾക്കിടയിലൊക്കെ ഉള്ളൊരു കാര്യമാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തും ഒന്ന് ബ്രഷ് എടുത്ത് അല്ലെങ്കിൽ അറാക്ക് എടുത്തിട്ടൊന്ന് പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്.
അതുപോലെ തന്നെ വുളൂ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് കൈ കഴുകിയതിൻ്റെ കൈ രണ്ടും മുൻകൈ രണ്ടും കഴുകിയതിൻ്റെ ശേഷം വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചേറ്റുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യും. അപ്പോൾ ഒന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ, മറ്റൊന്ന് വുളൂ ചെയ്യുമ്പോൾ, പിന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് മുമ്പ്, ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത്, വായ പകർച്ചയാകുന്ന സമയത്ത്, ഈ 5 സമയങ്ങളിൽ വളരെ സുന്നത്തുണ്ട് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും. ഇവിടെ പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യവും പിശാചിന് വളരെ ദേഷ്യമുള്ള കാര്യവുമാണ് പല്ല് തേക്കുക എന്നുള്ളത്. പല്ല് തേച്ച് അഥവാ ബ്രഷ് ചെയ്തുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ആ മനുഷ്യന് പല്ല് തേക്കാതെ നിസ്കരിക്കുമ്പോഴുള്ള 70 ഇരട്ടി പ്രതിഫലം കിട്ടും. അഥവാ പല്ല് തേച്ച് നിസ്കരിക്കുന്ന ആൾക്ക് പല്ല് തേക്കാതെ നിസ്കരിക്കുന്നവനേക്കാളും 70 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബ്രഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മഹത്വമുള്ള ഒരു സുന്നത്ത് കൂടെ തന്നെയാണ്. അപ്പോൾ വുളൂഇൻ്റെ രണ്ടാമത്തെ സുന്നത്തിൽ പറഞ്ഞു വായിൽ വെള്ളം കൊപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക എന്ന് പറയുന്ന ആ സമയത്ത് അതിന് തൊട്ടു മുന്നോടിയായിട്ട് ബ്രഷ് ചെയ്യുക, പല്ല് തേക്കുക, അത് വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് പറയാനുണ്ട്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, പല ആളുകളും വായിൽ വെള്ളം കൊപ്പിക്കുന്ന സമയത്തും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന സമയത്തും പൂർണ്ണമായിട്ട് ചെയ്യൂല. നമ്മളൊക്കെ സാധാരണ കാണുന്നതാണ്, ഒന്ന് കയ്യിൽ വെള്ളം എടുക്കുമെന്ന് എന്നിട്ട് വലിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒന്ന് തുപ്പും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അവിടെ നമ്മൾ കയ്യിൽ വെള്ളം എടുത്ത് വായിൽ വെള്ളമാക്കി മൂക്കിലേക്കൊന്ന് വലിച്ച് നമ്മുടെ ഇടത് കൈ കൊണ്ട് നമ്മൾ മൂക്ക് ചീറ്റാം. ഇതാണ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ വലത് കൈ ആക്കലല്ല, മറിച്ച് ഇടത് കൈ കൊണ്ട് മൂക്ക് ചീറ്റുക, വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അപ്പോൾ നമ്മൾ കീപ്പോട്ട് ഇടത് കൈ കൊണ്ട് എന്ത് ചെയ്യാം, ആ വെള്ളം കയ്യിലെടുക്കുന്നു, വായിലാക്കുന്നു, മേലോട്ട് വലിക്കുന്നു, പിന്നെ ഇടത് കൈ കൊണ്ട് ആ വെള്ളത്തിലേക്ക് ആക്കാൻ കേട്ടോ, അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ചീറ്റിക്കളയാം. ഇടത് കൈ കൊണ്ടാകണം മൂക്ക് ചീറ്റേണ്ടത് എന്നൊരു കാര്യം ശ്രദ്ധിക്കാം. അവിടെയൊക്കെ സുന്നത്ത് കിട്ടുള്ളൂ. വായിലും വെള്ളമാവണം, മൂക്കിലും വെള്ളമാവണം. വായിൽ വെള്ളമാക്കിയാൽ എന്നാക്കിയാൽ പോരാ, വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റിച്ച്, അപ്പോൾ വായിൽ വെള്ളമാക്കിയിട്ട് ഒന്നൊന്ന് കൊപ്പിച്ച് ആ മൂക്കിൽ വെള്ളം കയറ്റിച്ച് വെള്ളം പുറത്താക്കി അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ശ്രദ്ധിക്കുക. അല്ല വായിൽ വെള്ളം കയറ്റുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമല്ല, വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. ആ ഒരു സുന്നത്ത് നമ്മൾ മറക്കാൻ പാടില്ല. ഏതായാലും ഈ 2 സുന്നത്ത് അഥവാ മുൻകൈ രണ്ടും കഴുകുകയും വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വുളൂഇൽ ചെയ്യുന്നത് ഫർളായ ഒരു കഴുകലാണ്. ആ കഴുകൽ വുളൂഇൽ നിർബന്ധമായി കഴുകണം. ഇത് രണ്ടും നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിലും വുളൂഇൻ്റെ സിഹത്തിന് പ്രശ്നമല്ല, നിസ്കാരം ബാത്തിലാകില്ല, നിസ്കാരം കിട്ടും. അതേ സ്ഥാനത്ത് ഇനി പറയാൻ പോകുന്ന 3-ാമത്തെ കാര്യം, അത് ഉണ്ടായിട്ടില്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി, നിസ്കാരം കിട്ടുകയില്ല. അപ്പോൾ അവിടെ അത് മുഖം കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ രണ്ടും കഴുകി വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയതിൻ്റെ ശേഷം നമ്മൾ മുഖം കഴുകണം. മുഖം കഴുകുക എന്നുള്ള വുളൂഇൻ്റെ ഫർളിൽ 2-ാമത്താണ്. 1-ാമത്തത് നിയ്യത്താണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിയ്യത്തിൻ്റെ കാര്യം. നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടായിരിക്കൽ നിർബന്ധമാണ്. വായ കൊണ്ട് പറയൽ സുന്നത്താണ്, ഖൽബിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഖൽബിലുണ്ടായിരിക്കണം നിയ്യത്ത്, വായ കൊണ്ട് പറയൽ സുന്നത്താണ് എന്നുള്ളൊരു കാര്യം. അപ്പം നിയ്യത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മുഖം കഴുകുന്നതിൻ്റെ മുമ്പ്, ആ മുഖം കഴുകാൻ നമ്മൾ സാധാരണ ഒന്നിരിക്കൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്നോ കരുതാം. ഇത് വെള്ളം നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ നെയ്യത്തോടു കൂടെ തന്നെ വെള്ളം നമ്മളെടുക്കാം. ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറയുകയും അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി വുളൂവിൻ്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കയ്യിലെ വെള്ളം കൊണ്ട് മുഖത്ത് കഴുകുക. മുഖത്ത് അടിക്കുക എന്നുള്ളതല്ല, നമ്മൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കുട്ടികളിലൊക്കെ കാണുന്നതാണ്, വെള്ളം എടുത്താണ് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്ന പരിപാടി. അങ്ങനെയല്ല, മുഖം കഴുകണം. അപ്പം എങ്ങനെയാണ് നമ്മൾ കഴുകേണ്ടത്? നമ്മൾ നെയ്യത്ത് വെക്കുമ്പോൾ തന്നെ വെള്ളം എടുത്തു, നമ്മൾ എന്ത് ചെയ്തു, കൈ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് പൊന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുഖത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴ്ഭാഗം വരെ, ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ, ഇതാണ് വുളൂഇൽ മുഖത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത വെള്ളം മുകളിൽ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കീപ്പോട്ട് ഇങ്ങനെ ഒഴിക്കും. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ കൈകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ പരിധിയിലൊക്കെ എത്തണം. മുഖത്തുനിന്ന് മുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പരിധി ഇങ്ങനെ, അപ്പോൾ നമ്മൾ ഈ വിരൽ കൊണ്ടൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ സൈഡിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ വരുമ്പോൾ ഈ ചെവിയുടെ ഭാഗത്ത് കൂടെ ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം അത് ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊണ്ടുവന്ന് എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിക്കണം. എന്നിട്ട് നല്ലോണമൊക്കെ എന്ത് ചെയ്യാമെന്ന് ശരിക്കൊന്ന് രണ്ടാമത് നൂറ് ദിയാലോട്ട് ആക്കാം. രണ്ടാമതും വെള്ളം എടുക്കുക ഇതുപോലെ തന്നെ. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്
ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് മുസ്തഅമലായിട്ട് മാറും. അതൊക്കെ കുറേ മസാലകൾ പറയുന്നുണ്ട്, അതാണ് ശ്രദ്ധിക്കുക നമ്മൾ. പിന്നെ ഈ രണ്ടാമതും അതുപോലെ തന്നെ എല്ലായിടത്തും വെള്ളം എത്തിക്കാം, മൂന്നാമതും അതുപോലെ തന്നെ ചെയ്യാം. പക്ഷേ ചില ആളുകളൊക്കെ വെള്ളം എടുത്താണ്ട് എന്നിട്ട് മുഖത്ത് ഇങ്ങനെ അടിക്കും. ഈ ഒരു രൂപം നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് ഒന്ന് അടിച്ച്, രണ്ടാമതൊന്ന് അടിച്ച്, പിന്നെ മൂന്നാമത് വെള്ളം എടുത്ത് നമ്മൾ എല്ലായിടത്തും കഴുകും. പക്ഷെ അത് കഴുകുമ്പോൾ മൂന്നാമത്തേതിലാണ് എല്ലാ ഭാഗത്തും എത്തുന്നതെങ്കിൽ അതിന് ഒരു വട്ടം കഴുകിയെന്നേ പറയുള്ളൂ. ആദ്യം ഒന്നാമത് കഴുകിയതും രണ്ടാമത് കഴുകിയതും മുഖത്തിൻ്റെ ആ പരിധിയിൽ എത്തിയിട്ടില്ല എങ്കിൽ മൂന്നാമത്തെ കഴുകുമ്പോഴാണ് എല്ലാ സ്ഥലത്തും എത്തുന്നതെങ്കിൽ ഒരു വട്ടം കഴുകിയതായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള വിഷം വരുമ്പോൾ ഇനി നമ്മൾ അടുത്ത ഫർളെടുക്കാൻ വേണ്ടി കയ്യിലേക്ക് വെള്ളമെടുത്ത് കൈയൊക്കെ കഴുകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നമ്മളെ മുഖത്ത് നിന്നൊക്കെ വെള്ളം അതിലേക്ക് എത്തിയാൽ ഈ വെള്ളം കൊണ്ട് പിന്നെ കൈ കഴുകാൻ പറ്റൂല. കാരണം ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ്. അതേ സ്ഥാനത്ത് ഒന്നാമതും രണ്ടാമതും പൂർണ്ണമായി കഴുകി മൂന്നാമത് കഴുകിയെങ്കിൽ ഇനി മൂന്നാമത് കഴുകിയ ആ വെള്ളം നമ്മളെ കയ്യിലേക്ക് ഉറ്റി എന്നുള്ളത് കൊണ്ട് ഈ കൈ രണ്ടും കഴുകുന്ന ഫർളായ കൈ കഴുകുന്ന സമയത്ത് ആ വെള്ളം ഇതിലേക്ക് അത് ഉറ്റിയത് കൊണ്ട് പ്രയാസമല്ല. കാരണം രണ്ടും മൂന്നും തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ്, ഒന്നാമത് കഴുകലാണ് ഫർളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പരിധി പൂർണ്ണമായിട്ടും 3 തവണ കഴുകുമ്പോഴും ഉണ്ടായിരിക്കണം. 3 തവണ കഴുകുമ്പോഴും പരിധിയിലുണ്ടായിരിക്കണം, പരിധിയിലെത്തണം. അല്ലാതെ 2 വട്ടം കഴുകി മൂന്നാമത്തെ കഴുകുന്നതിലാണ് എല്ലായിടത്തും എത്തുന്നതെങ്കിൽ ഒരു വട്ടമായിട്ട് പരിഗണിക്കുള്ളൂ. പിന്നെ വെള്ളം നമ്മുടെ കയ്യിലേക്ക് ഉറ്റിക്കഴിഞ്ഞ് അത് നമ്മൾ മറ്റ് ഫർളായ അവയവങ്ങൾ കഴുകാനോ സുന്നത്തായ അവയവങ്ങൾ കഴുകാനോ ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം കൊണ്ട് അത് പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മുടിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് കാണാം ഇവിടേക്ക് ഇങ്ങനെ മുടി ഇറങ്ങും. നമ്മളിപ്പോൾ ഈ ചെവിയുടെ ഈ ഭാഗത്ത് പിതാവ് എന്നുള്ള രൂപത്തിൽ ചില സ്ത്രീകൾക്ക് മുടി ഇറങ്ങും. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നെറ്റിയുടെ ഭാഗത്ത് അഥവാ മുടി മുളക്കുന്ന സ്ഥലം മുഖത്തിനൊരു പരിധിയുണ്ട്, ആ പരിധിയുടെ താഴ്ഭാഗത്ത് നിന്ന് മുടി ഉണ്ടാവുക. അതുപോലെ തന്നെ കൃതാവായിട്ട് ഇവിടെയൊക്കെ ചിലപ്പോൾ മുടികളുണ്ടാവും. സ്ത്രീകളൊക്കെ പൊതുവെ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഉളു എടുക്കുന്ന സമയത്ത് ഈ മുടിയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തിട്ട് ചെവിൻ്റെ ബാക്ക് കൂടെ അങ്ങോട്ടിടും. ഇവിടെ മുളച്ച മുടി മുഖത്തിൻ്റെ പരിധിയിലാണ് അത് പെടുക. അതുകൊണ്ട് തന്നെ ഇവിടെ മുളച്ച മുടി നീളുണ്ടെങ്കിൽ തന്നെ ആ മുടി മുഖത്തിൻ്റെ പരിധിയിൽ പെടുന്നത് കൊണ്ട് ആ മുടി മുഴുവനും കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ പഴയ ആളുകളൊക്കെ ചെയ്യാറുള്ളത് എന്താ വെച്ചാൽ അങ്ങനെ മുടി ഉണ്ടായാൽ അത് വെട്ടിക്കളയാറാണ് പതിവ്. കാരണം മുഖത്തിൻ്റെ പരിധിയിൽ പെടുന്നതുകൊണ്ട് അതെടുത്ത് ഒഴിവാക്കും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ അങ്ങനെ അതായത് നമ്മൾ പറഞ്ഞ മുഖത്തിൻ്റെ പരിധിയിൽ പെട്ട സ്ഥലത്ത് മുടിയൊക്കെ ഉണ്ടെങ്കിൽ ആ മുടിയും കൂടെ കഴുകൽ നിർബന്ധമാണ്. അപ്പോൾ വലിയ മുടിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ എടുത്ത് ബാക്കോട്ട് ഇടുന്നതിന് പകരം അത് മുഴുവനും കഴുകണം. കഴുകുമ്പോഴേ മുഖം പൂർണ്ണമായി കഴുകിയെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുടിയൊക്കെ ഈ പറഞ്ഞ മുടി മുളക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ മുടികളുണ്ട് മുഖത്തിൻ്റെ പരിധിയിലായിട്ട് പെടുന്നത്, അതൊക്കെ നമ്മൾ കഴുകേണ്ടതുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മുൻകൈ രണ്ടും കഴുകണം. അതോടൊപ്പം തന്നെ പിന്നെ വായിൽ വെള്ളം കൊപ്പിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് മുഖം കഴുകുന്നതിനെക്കുറിച്ച്, മുഖം കഴുകുക എന്നുള്ളത് വുളുവിൻ്റെ ഫർദിൽ 2ാമത്തെ കാര്യമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് കൈ 2 മുട്ട് ഉൾപ്പെടെ കഴുകുന്നതിനെക്കുറിച്ച് ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ വുളു എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.